കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ JCNDSD എന്ന ഗ്രൂപ്പിലൂടെ കർത്താവിന്റെ നാമം ഉയർത്തുവാൻ ദൈവമായ കർത്താവ് സഹായിച്ച ആ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കേൾവിക്കാരായിരിക്കുന്ന മാന്യ സ്നേഹിതർക്ക് വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളായി പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ സഹകരണം, ഞങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും നിങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകണം എന്ന് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇന്ന് സംസാരിക്കുന്ന വിഷയം യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ ഉള്ള ഒരു തെറ്റിദ്ധാരണ അകറ്റാൻ വേണ്ടി ഉള്ള ഒരു സന്ദേശമാണ്. യെശയ്യാ പ്രവചനം 46-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യം കാണുന്നുണ്ട്: അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. അതുപോലെ ഈ രണ്ട് വാക്യങ്ങൾ വെച്ച് ക്രൈസ്തവ സമൂഹം പെട്ടെന്ന് അവർക്ക് അത് ഗ്രഹിക്കാൻ കഴിവില്ലാത്ത വിധം അതിനെ കൂട്ടിക്കളയുവാൻ സാത്താൻ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. തിരുവചനത്തിൽ നമ്മൾ ഒന്നാമതായി അറിയേണ്ട ഒരു സത്യം, ഒരു വാക്യം തന്നെ, ഒരു വാക്യത്തിലുള്ള രണ്ട് ആശയങ്ങള്, അല്ലെ ഒരു വാക്യത്തിൽ തന്നെ രണ്ട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന എന്ന് പറഞ്ഞാൽ രണ്ട് വിഷയങ്ങളെ ആധാരമാക്കിയുള്ള ഒരു വാക്യങ്ങൾ അനവധിയുണ്ട്. അതുകൂടാതെ ഒറ്റ വാക്യം തന്നെ നൂറ്റാണ്ടുകൾ ദൈർഘ്യം നൽകുന്ന വാക്യങ്ങളുമുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം തന്നെ പറയാം. യെശയ്യാ 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അപ്പോൾ ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ശിശു ജനിച്ചത് ബേത്ലഹേമിലാണ്. ആ യേശു ക്രിസ്തു ജനിക്കുന്നതിന് 700-ലധികം വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാവ് പ്രവചിച്ച ഒരു പ്രവചനമാണ് ആ വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോ ജനിച്ച ആ മകൻ നമുക്ക് വേണ്ടി നൽകപ്പെട്ടത് വീണ്ടും 30 വർഷത്തിന് ശേഷമാണ്. അവിടെ തന്നെ ഒരു 30 വർഷത്തെ ദൈർഘ്യം അവിടെ തന്നെ കാണുന്നു. ആ ഒരു വാക്യത്തിൽ തന്നെ മറ്റു ചില വാക്യങ്ങളുണ്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. നമുക്കറിയാം, ഇന്ന് സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. എന്നാൽ ഈ ലോകത്തെ കർത്താവായ യേശു ക്രിസ്തു ഭരിക്കാൻ പോകുന്നു. 1000 വർഷം ഭരിക്കും എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഒരു വാക്യം തന്നെ അനേക വർഷങ്ങൾ ദൈർഘ്യങ്ങൾ വിടവുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വാക്യത്തിൽ തന്നെ പറയുന്ന രണ്ട് വിഷയങ്ങളെ ആസ്പദമാക്കി ഒരു വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. അനവധി വാക്യങ്ങളുണ്ട്. ഉദാഹരണമായി എടുത്തു കാണിക്കാൻ ധാരാളം വാക്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിലയിൽ വേണം നമ്മളെ വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കാൻ. എല്ലാറ്റിനുമല്ല, ചില വാക്യങ്ങൾ, പല ദൈർഘ്യങ്ങൾ, അതിന് വിടവുണ്ട്. അതുപോലെ തന്നെ ചില വാക്യങ്ങൾ ഒറ്റ വിഷയത്തിൽ, ഒരു വാക്യത്തിൽ തന്നെ പറയുന്ന വിഷയങ്ങൾ രണ്ട് വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ളതായിരിക്കാം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഉപദേശം സ്ഥാപിക്കാൻ. ഇവിടെ അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നെയും തൻ്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നതും നമുക്കറിയാം. ക്രൈസ്തവ സമൂഹത്തിൽ തെറ്റായ ഒരു പഠിപ്പിക്കലിന് അടിസ്ഥാനം ഇടാൻ വേണ്ടി അവരത് ഉപയോഗിക്കാറുണ്ട്. കാരണം ബൈബിളിൽ ഇല്ലാത്തതും പിൽക്കാലത്ത് കുസ്തന്തീനോസ് എന്ന് പറയുന്ന ചക്രവർത്തിയാൽ ക്രിസ്ത്യാനികൾക്ക് കളഞ്ഞു കിട്ടിയതുമായ ഒരു ഉപദേശമാണ് തൃത്വോപദേശം എന്ന് പറയുന്നത്.
ഈ തൃത്വ ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടി വളരെ തൃത്വ പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്ന പല സ്നേഹിതരും അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതുവരെ ഒരു വലിയ ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല. അനേകർ തൃത്വത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലേക്കും ഏകദൈവ വിശ്വാസത്തിലേക്കും ഈ നാളുകളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പരമസത്യമാണ്. അപ്പോൾ ഒന്നാമത് ബൈബിളിലൂടെ തെളിയിക്കുവാനായിട്ട് തൃത്വം തെളിയിക്കുവാൻ അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല, സാധിക്കുകയില്ല. ബൈബിളിൽ എവിടെങ്കിലും 2 or 3 കാര്യങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അത് തൃത്വമാണെന്ന് തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ടല്ലോ, ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതല്ല അവനെന്ന് തോന്നും. സ്വാഭാവികമാണ്. ഒരു വിഷയത്തെ ചിന്തിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ ആ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ വചനവും എന്ന് തെറ്റായി ധരിച്ച് മുൻപോട്ട് പോകുന്ന ക്രൈസ്തവ സമൂഹത്തിൽ പിശാച് അങ്ങനെ ഒരു വലിയ കടന്നാക്രമണം നടത്തുന്നുണ്ട്. ഒരു പരിധിവരെ പിശാച് അതിൽ വിജയിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് ബൈബിളിൽ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് തൃത്വം സ്ഥാപിക്കുവാനായിട്ട് വൃഥാശ്രമം നടത്തുന്നുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തൃത്വമല്ല എന്ന് പലപ്പോഴും ഞങ്ങളെപ്പോലെ പലരും അത് ആവർത്തിച്ച് പറയാറുണ്ട്. ചിലരുടെ സംശയങ്ങൾ തീർത്ത് അവര് ആ തൃത്വോപദേശം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ അവര് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. ഇന്നും അനേകരെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ ഞങ്ങളോട് എതിർക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. എല്ലാ പ്രതികരണങ്ങളും ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. കഴിവതും മനുഷ്യരോട് സ്നേഹത്തോടും സൗമ്യതയോടും സംസാരിക്കുവാൻ മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും അതിന് വിഘാതമായി പിശാച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളോട് ആരെങ്കിലും ഒരാൾ ന്യായം ചോദിച്ചാൽ സൗമ്യതയുടെ ആത്മാവിൽ അവരോട് സംസാരിക്കണമെന്ന്. സൗമ്യതയുടെ ആത്മാവ് അല്ലാത്തതെല്ലാം പിശാചിൽ നിന്ന് വരുന്ന ഉപദേശം സ്ഥാപിക്കുവാനും ദൈവജനത്തിന്റെ സത്യം സ്ഥാപിക്കുവാനും നമ്മള് മറ്റൊരുവനെ അസഭ്യം പറയേണ്ട കാര്യം ഇല്ല. അങ്ങനെ അസഭ്യം പറഞ്ഞ് ഉപദേശം സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. മാന്യമായ രീതിയിൽ ഞങ്ങൾ അതിന് മറുപടി തരുവാൻ ബാധ്യസ്ഥരുമാണ് എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. നമുക്ക് യെശയ്യാപ്രവചനം 48:16 വാക്യങ്ങളൊന്ന് വായിക്കാം. നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പിൻ. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഇവിടെയാണ് തൃത്വം തെളിയിക്കുവാൻ നമ്മുടെ സ്നേഹിതര് പലരും വൃഥാശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും, ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെയും ആണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അവര് വ്യാഖ്യാനിക്കുന്നത്. അവരുടെ സ്വയ വ്യാഖ്യാനത്തിൽ നിന്ന് ഉളവായി വരുന്നത്. സത്യത്തിൽ അത് അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. യഹോവയായ കർത്താവ്, 1 യഹോവയായ കർത്താവ്, 2 എന്നെയും, 3 തൻ്റെ ആത്മാവിനെയും. ഇവിടെ പറയുന്ന 3 പേർ തൃത്വമാണെന്നും, അഥവാ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് 3 വ്യക്തികളെ ഉദ്ദേശിച്ചാണ് പറയപ്പെട്ടിരിക്കുന്നതെന്നും ഇവിടുത്തെ തൃത്വ സ്നേഹിതർ വിശ്വസിക്കുകയും ജനത്തെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിധം തൃത്വ പഠിപ്പിക്കൽ ദൈവവചനപ്രകാരം ശരിയാണോ എന്നു നാം വചനത്തെ പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കണേ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിന് സഹായിക്കും. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ മുതൽ പുത്രനും പരിശുദ്ധാത്മാവും എന്നീ 2 വ്യക്തികൾ
പിതാവായ ദൈവത്തോടു കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരണമാണ് ഇവിടെ പറയപ്പെടുന്നത് എന്നാണ് അവർ വാദിക്കുന്നത്. സൃഷ്ടിപ്പിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന 3 വ്യക്തികൾ ചേർന്നു സൃഷ്ടി നടത്തിയെന്നാണ് അതിന് ആധാരമായിട്ട്, അതിന്റെ ഒരു ഇണവാക്യമായിട്ടാണ് ഈ വാക്യം യെശയ്യാവ് 48:16 എല്ലാ തൃത്വ സ്നേഹിതരും എടുക്കുന്നത്. ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ മുതൽ ഈ 3 പേരുണ്ടായിരുന്ന അവർ വാദിക്കുന്നത്. പ്രാരംഭത്തിൽ തന്നെ പറയട്ടെ, യെശയ്യാവ് 48 പറയപ്പെടുന്ന ഈ സംഭവം, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട് എന്ന് പറയുന്നതും, യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു എന്ന് പറയുന്നതും ഒരിക്കലും തൃപ്തം തെളിയിക്കുവാൻ വേണ്ടിയുള്ളതല്ല. എന്ന് പറഞ്ഞാൽ 48 പറയുന്ന ഈ ഭാഗങ്ങൾ ഭൂമിയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് പറയുന്നതല്ല. ഞാനത് തെളിയിക്കാം. നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാവും. അതിനുശേഷം നിങ്ങളുടെ സംശയങ്ങൾ കമന്റിലൂടെ എഴുതിയാൽ ഞങ്ങൾ അതിന് മറുപടി നൽകുന്നതാണ്. ഒന്ന്, നമ്മൾ ചിന്തിക്കുക, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന സൃഷ്ടിപ്പും യെശയ്യാ പ്രവചനത്തിൽ 48 പറയുന്ന അതിന്റെ ഉത്ഭവം മുതൽ ഉണ്ടായിരുന്നു എന്നുള്ള ഈ 2 വാക്യങ്ങളും ഒരു വിഷയത്തെ സംബന്ധിച്ചല്ല. രണ്ടാമത്തെ വിഷയം, ഇത് തൃത്വം തെളിയിക്കുവാൻ വേണ്ടിയുള്ള യാതൊരു ഉദാഹരണവും അല്ല. 3, അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ ഞാൻ പുത്രൻ അല്ല. ശ്രദ്ധിച്ചോ? 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്ന്, പ്രാരംഭത്തിൽ തന്നെ നമ്മൾ ഇവിടെ പറയപ്പെട്ട 48 പറയുന്ന അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് പുത്രനെ സംബന്ധിച്ചല്ല. 2, ഇത് തൃത്വം തെളിയിക്കുവാൻ വേണ്ടിയുള്ളതല്ല. 3, അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങള് തൃത്വത്തെ കുറിച്ചോ അല്ലെങ്കിൽ പുത്രനെ കുറിച്ചോ പറയുന്ന സംഗതിയല്ല. എന്നെയും തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നതും അവർ പറയുന്ന പ്രകാരം, തൃത്വക്കാർ പറയുന്ന പ്രകാരം പുത്രന് പിതാവ് അയച്ചു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. പിന്നെ ആരാണ്, എന്താണ് ഇവിടുത്തെ ഇതിവൃത്തം? അത് നമ്മൾ ശ്രദ്ധിക്കണം. ആരാണ്, എന്താണ് ഇതിൽ പറയുന്നതിന്റെ സാരം? യെശയ്യാ പ്രവചനം 48:13 സർവശക്തനായ ദൈവം പറയുന്നുണ്ട്, എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, യെശയ്യാ പ്രവചനം 48:13 എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ 48:16 പറയുന്ന ഉത്ഭവം ഭൂമിയുടെ ഉത്ഭവത്തെ സംബന്ധിച്ചല്ല, അതിന്റെ ഉത്ഭവം മുതൽ ഞാൻ അവിടെ ഉണ്ട് എന്ന് പറയുന്നു. അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ഇത് 2 വിഷയങ്ങളാണ്. യെശയ്യാ പ്രവചനം 48:13 പറയുന്നത് ഭൂമിയുടെ അടിസ്ഥാനത്തെ കുറിച്ചും 16 പറയുന്ന ഉത്ഭവം ഭൂമിയുടെ അടിസ്ഥാനമല്ല. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ ഞാനത് വിശദീകരിക്കാം. വളരെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ വാക്യങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട്, അത് ഞാൻ വായിക്കുകയും ചെയ്യാം. പിന്നെ ഏതിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ചാണ് 48:16 പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുക, 48:13 നമ്മൾ വായിക്കുമ്പോൾ, ഞാനിപ്പോൾ വായിക്കാം. നമുക്കറിയാവുന്ന വാക്യമാണ് യെശയ്യാ പ്രവചനം 48:13. ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടതിനെ കുറിച്ചാണ് പറയുന്നത്. 13-ാം വാക്യം മാത്രം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു. നിങ്ങൾ എല്ലാവരും കൂടി വന്ന് കേട്ടുകൊള്ളുവിൻ. അവരിൽ 6 ഇത് പ്രസ്താവിച്ചു: യഹോവ സ്നേഹിക്കുന്നവൻ ബാബേലിനോട് അവന്റെ ഹിതവും കൽദയരോട് അവന്റെ ഭുജബലവും അനുഷ്ഠിക്കും. ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു. ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അവന്റെ വഴി സാധ്യമാകും. ഇനി 16-ാം വാക്യം:
നിങ്ങൾ അടുത്തു വന്ന് കേട്ടുകൊള്ളുവിൻ. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട് എന്നുള്ള വാക്യവും 13 പറയുന്ന ഭൂമിക്കടിസ്ഥാനമിട്ട ആ ഉത്ഭവത്തെക്കുറിച്ചും രണ്ട് വിഷയങ്ങളാണ് പറയുന്നത്. യെശയ്യാപ്രവചനം 48:13 ഭൂമിക്കടിസ്ഥാനമിട്ട കാര്യം പറഞ്ഞിട്ട് ഇവിടെ പറയുന്ന ഉത്ഭവം ഭൂമിക്കടിസ്ഥാനമിട്ട കാര്യമല്ല. അതാണ് ഞാൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദയവായി ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോ അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ സർവജ്ഞാനിയും സർവവ്യാപിയും ആയ ദൈവം അറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നത്രേ അതിന്റെ അർത്ഥം. ദൈവത്തോട് മത്സരിച്ച് ദൈവ പദ്ധതിയെ തകർക്കാം എന്ന് ചിന്തയോടെ നടന്ന ഒരു വൃഥ അധ്വാനമാണ് ബാബേൽ പണി. ദൈവത്തോട് മത്സരിച്ച് നടത്തിയ ഒരു പണിയാണ് ബാബേൽ ഗോപുരത്തിന്റെ പണി. ഈ ബാബേൽ ഗോപുരത്തിന്റെ പണിയുടെ ഉത്ഭവത്തെ കുറിച്ചാണ് യെശയ്യാപ്രവചനം 48:16 നമ്മൾ വായിക്കുന്നത്. അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട് എന്നതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ അടിസ്ഥാനമല്ല. അവിടെ 24 പറയുന്ന, അല്ലെങ്കിൽ 14 പറയുന്ന, 15 പറയുന്ന ബാബേലിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അതിന്റെ ഉത്ഭവം മുതൽ ഞാൻ അവിടെയുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. യെശയ്യാപ്രവചനം 48:13 ഭൂമിയുടെ അടിസ്ഥാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഭൂമിയുടെ അടിസ്ഥാനത്തെ കുറിച്ച് പറയുന്ന വിഷയമല്ല 48:14 16 പറയുന്ന ഉത്ഭവം. ആ 14 വളരെ ശ്രദ്ധിച്ചു വായിച്ചാൽ അറിയാം അത് ബാബേലിനെ കുറിച്ചാണ്. ബാബേലിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ ഞാൻ അവിടെ ഉണ്ട് എന്നാണ് യഹോവയായ ദൈവം പറയുന്നത്. അതിന്റെ അർത്ഥം ഞാൻ വിശദീകരിച്ചുവല്ലോ. ദൈവത്തെ മറച്ചും ദൈവത്തെ ഒളിച്ചും മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവത്തിനെതിരെയുള്ള മത്സരവും ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ് തൃത്വവും. സാത്താൻ തന്റെ അനുയായികളെ ചേർത്ത് ദൈവത്തിനെതിരെ വൃഥാ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബാബേൽ ഗോപുരമാണ് ഈ തൃത്വം എന്ന് പറയുന്ന ഉപദേശം, അഥവാ ബാബേൽ കൂട്ടുകെട്ട്. ഒരിക്കലും അത് ആത്മീയ കൂട്ടുകെട്ടല്ല. യഥാർത്ഥമായി സത്യദൈവത്തെ അറിയുകയും ആരാധിക്കുകയും ചെയ്യേണ്ട ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് വളഞ്ഞ വഴിയിലൂടെ കൃത്തഗോപുരം പണിത്, ബാബേൽ ഗോപുരം പണിത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, കലക്കമുണ്ടാക്കുന്ന ഒരാത്മാവാണ് ഈ ബാബേൽ ഗോപുരം അല്ലെങ്കിൽ തൃത്ത ഗോപുരം. ബാബേൽ എന്നുള്ളതിന്റെ അർത്ഥം കലക്കം എന്ന് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യെശയ്യാവ് 48:14 മുതൽ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, യഹോവ സ്നേഹിക്കുന്നവൻ ബാബേലിനോട് തന്റെ ഭുജബലം അനുഷ്ഠിക്കും. യഹോവ സ്നേഹിക്കുന്നവനാരോ അവൻ ബാബേലിനോട് തന്റെ എന്ന് പറഞ്ഞാൽ യഹോവയുടെ ഹിതവും ഭുജബലവും കാണിക്കും എന്നാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ സ്നേഹിതരെ, തെറ്റിദ്ധാരണയിലേക്കും അബദ്ധ ഉപദേശത്തിലേക്കും നിങ്ങൾ ഒരിക്കലും പോകരുത്. ഹല്ലേലൂയ. ആരാണ് യഹോവയുടെ ഹിതപ്രകാരം ബാബേലിനോട് ദൈവത്തിന്റെ ഭുജബലം കാണിച്ചത്? ദൈവമില്ല, ദൈവത്തിന്റെ പ്രവൃത്തി ഇല്ലാതെ ആർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. അപ്പൊ ആരാണ് യഹോവയുടെ ഹിതപ്രകാരം ബാബേലിനോട് ഭുജബലം കാണിച്ചത്? അവനെയാണ് ഇവിടെ പറയുന്നത്. യെശയ്യാവ് 44:28 വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുവാൻ കഴിയും, കോരശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. ഇവിടെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റിയത് കോരശായിരുന്നു. ബാബേലിനോട് ദൈവത്തിന്റെ ശക്തി
കാണിച്ചത്, ദൈവത്തിന്റെ ഭുജബലം കാണിച്ചത് കോരശാണ്. കോരശ് സത്യത്തിൽ വിശ്വാസിയായിരുന്നോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തിയില്ല. കാരണം കോരശിനെ കുറിച്ച് എന്റെ ഇടയൻ എന്ന് പറയുന്നുണ്ട്, എന്റെ ഭുജബലം അവൻ കാണിക്കും എന്ന് പറയുന്നുണ്ട്. കോരശ് ജനിക്കുന്നതിന് 125 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രവചനം എഴുതി എന്ന് വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. യെശയ്യാവ് 48:15 അവന്റെ വഴി സാധ്യമാകും. ആരുടെ വഴി? കോരശിന്റെ വഴി. യെശയ്യാവ് 48:11 എന്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നുവെന്ന. അതാരാ? അത് കോരശാണ്. എന്നിട്ട് യെശയ്യാവ് 48:16 ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. 45:19 നമ്മൾ വായിക്കുമ്പോൾ ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്ത് വെച്ചല്ല സംസാരിച്ചത്, യാക്കോബിന്റെ സന്തതിയോട് കർത്താവ് പറയുകയാണ്. 48:14 വായിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി വന്ന് കേട്ടുകൊള്ളുവിൻ. അപ്പൊ യെശയ്യാവ് 48:16 അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഏതിന്റെ ഉത്ഭവകാലം? ബാബേലിന്റെ ഉത്ഭവം. ഭൂമിയുടെ അടിസ്ഥാനത്തെ കുറിച്ചല്ല ഈ 16-ാം വാക്യം പറയുന്നത്. 14-ഉം 15-ഉം വ്യക്തമായിട്ട് വായിച്ചാൽ അറിയാം അത് ബാബേലിന്റെ അടിസ്ഥാനമാണ്. 13-ാം വാക്യത്തിൽ ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടത് ഞാനാണെന്ന് അടിസ്ഥാനം കർത്താവ് ഇടുകയും ശത്രു ദൈവത്തിനെതിരെ അടിസ്ഥാനമിട്ട് ദൈവത്തിനെതിരെ ഒരു പണി ആരംഭിച്ചാൽ അതും കാണുന്ന ദൈവമാണ് ജീവനുള്ള സ്വർഗീയ പിതാവ് എന്ന് ഗ്രഹിക്കുവാൻ വേണ്ടിയാണ് അതവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഏതിന്റെ ഉത്ഭവകാലം? ബാബേലിന്റെ ഉത്ഭവം. ഉൽപ്പത്തി 10:10 നമ്മൾ വായിക്കുമ്പോൾ അവന്റെ രാജ്യത്തിന്റെ ആരംഭം ശിനാർ ദേശത്ത് ബാബേൽ അവിടെയായിരുന്നുവെന്ന് നമുക്ക് അവിടെ 10:10 നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി 11:1 മുതൽ 5 വരെ നമ്മൾ വായിക്കുമ്പോൾ ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു, അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ നാം ഇഷ്ടിക അറുത്ത ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരും ഉണ്ടാക്കുക എന്നവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അതാണ് പറയുന്നത്, അതിന്റെ ഉത്ഭവകാലം മുതൽ ദൈവത്തിനറിയാം അവനുണ്ടായിരുന്നു. അവന്റെ ദൃഷ്ടിക്ക് യാതൊന്നും മറവായിരുന്നില്ല എന്ന് ഗ്രഹിക്കുവാൻ വേണ്ടിയുള്ളത് വളഞ്ഞ വഴിയിലൂടെ സാത്താൻ കടന്നു വന്ന് അതിനെ തൃപ്തം തെളിയിക്കുവാനുള്ള വ്യാജ ചരക്കാക്കി മാറ്റുന്ന ഒരു ദുഷിച്ച പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉത്ഭവം മുതൽ ഞാൻ അവിടെ ഉണ്ട് എന്ന് ഇവിടെ പറയുന്നതിന്റെ മറ്റൊരർത്ഥം, പാപം എവിടെ ആരംഭിക്കുന്നോ അതിന്റെ ആരംഭം മുതൽ യഹോവയുടെ ദൃഷ്ടി അവിടെ ഉണ്ടായിരിക്കും. സകലവും അവന്റെ മുൻപാകെ നഗ്നവും മലർന്നുമായി കിടക്കുന്നു എന്ന് നാം അറിയേണ്ടതിനാണ്. ഇയ്യോബ് 10:14 നമ്മൾ വായിക്കുമ്പോൾ ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവെക്കുന്നു. കണ്ടോ? അതിന്റെ ഉത്ഭവം മുതൽ ഞാൻ അവിടെയുണ്ട്. നീ പാപം ചെയ്താൽ, ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവെക്കുന്നു. അപ്പോൾ ദൈവത്തിനെതിരെയുള്ള പാപവും ദൈവത്തിനെതിരെയുള്ള വ്യാജ ഉപദേശങ്ങളുടെയും അടിസ്ഥാനം കർത്താവിനറിയാം. അതിന്റെ ഉത്ഭവം മുതൽ അവിടെയുണ്ട് കർത്താവിന് അതറിയാം. യോബ് 14:18-16 വായിക്കുമ്പോൾ ഇപ്പോഴോ നീ എന്റെ കാലടികളെ എണ്ണുന്നു, എന്റെ പാപത്തിന്മേൽ നീ ദൃഷ്ടി വെച്ചിരിക്കുന്നില്ലയോ. യിരെമ്യാവ് 16-ാം അധ്യായത്തിൽ നമുക്കൊരു വാക്യം കാണാം, അതിന്റെ 17-ാം വാക്യം. യഹോവയുടെ അരുളപ്പാട്, എന്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെയും മേൽ വെച്ചിരിക്കുന്നു, അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല. അവരുടെ അകത്യം എന്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല. ഹല്ലേലൂയ. യിരെമ്യാവ് 23:24 ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയെ തൊളിപ്പാൻ കഴിയുമോ? ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവൻ അല്ലയോ.
ഹോശേയ 7:2 അവരുടെ ദുഷ്ടതയെയും ഞാൻ ഓർക്കുന്നു എന്ന് അവർ മനസ്സിൽ വിചാരിക്കുന്നില്ല. ഇപ്പോൾ അവരുടെ സ്വന്തം പ്രവർത്തികൾ അവരെ ചുറ്റിയിരിക്കുന്നു, അവ എന്റെ മുൻപാകെ ഇരിക്കുന്നു. ഉൽപ്പത്തി 11:6. ഞാൻ ഈ വാക്യങ്ങളൊക്കെ വായിക്കുന്നത് എന്താണെന്ന് അറിയാവോ? മനുഷ്യൻ ദൈവത്തിനെതിരെ പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് അവന് മറവായിരിക്കാൻ കഴിയില്ല എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി 11:6 യഹോവ ഇറങ്ങി വന്നു. എവിടെ? ദൈവത്തിനെതിരെയുള്ള ആ മത്സരത്തിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ ദൈവം ഇറങ്ങി വന്നു. അതാണ് അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്, എനിക്കറിയാം എന്ന് പറഞ്ഞ രസാനം. ഉൽപ്പത്തി 3:8 യഹോവ തോട്ടത്തിൽ നടക്കുന്ന ഒച്ച. പാപം ആരംഭിച്ചപ്പോൾ ദൈവത്തിനെതിരെ നടക്കുന്ന എല്ലാ പ്രവൃത്തിയും കണ്ട് അതിനെതിരെ ന്യായം വിധിക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ടെന്നും ദൈവം അത് കാണുന്നുണ്ടെന്നും വ്യക്തമായിട്ടുള്ള തെളിവുകൾ വിശുദ്ധ ബൈബിളിലൂടെ പ്രിയ സ്നേഹിതരെ നമുക്ക് നൽകുന്നു. ഉൽപ്പത്തി 11:9 അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. കണ്ടോ? അതിന്റെ ഉത്ഭവം മുതൽ ഞാൻ അവിടെ ഉണ്ട്. ദൈവത്തിന്റെ ദൃഷ്ടി അവിടെ പതിഞ്ഞത് കൊണ്ടാണ് ബാബേൽ ഗോപുരം പടുത്തുയർത്താതെ അത് കലക്കത്തിന്റെ ആത്മാവായി മാറി അത് തകർത്ത് കളഞ്ഞത്. ആമേൻ. അപ്പോൾ 48:16 പറയുന്ന ഉത്ഭവം, ബാബേലിന്റെ ഉത്ഭവം, ദൈവത്തിനെതിരെ മത്സരിച്ച മത്സരികളായ ജനത്തിനെതിരെ ദൈവം കാണുന്ന ആ വലിയ ന്യായവിധിയുടെ ആ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ ഈ പാപത്തിനെതിരെ ദൈവം ദൃഷ്ടി വയ്ക്കുന്നു എന്നുള്ള വാക്യങ്ങൾ ഞാൻ എടുത്തു തന്നതിന്റെ ഉദ്ദേശം. ആമേൻ. ഇവിടെ യഹോവ എന്നെയും തന്റെ ആത്മാവിനെയും എന്ന് പറഞ്ഞാൽ എന്നെയും എന്ന് പറയുന്നത് പുത്രനല്ല, അത് യെശയ്യാവ് പറഞ്ഞ പ്രവചനമാണ്. യെശയ്യാവിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യെശയ്യാവിനെയും തന്റെ ആത്മാവിനെയും എന്ന് പറഞ്ഞാൽ യഹോവയുടെ ആത്മാവിനെ അയച്ചിരിക്കുന്നുവെന്നാണ്. ദൈവം ഒരുവനെ അയക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോടുകൂടി അയക്കുന്നത്, ദൈവമാണ് അയക്കുന്നതെങ്കിൽ. യഹോവ എന്നെയും തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു പറഞ്ഞാൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും തൃത്വം തെളിയിക്കാനായിട്ട് കർത്താവ് ഇവിടെ വ്യാജം തെളിയിക്കാൻ കൂട്ടുനിന്നു എന്ന് വരുത്തി തീർക്കാൻ ആരും വൃഥാ പരിശ്രമിക്കണ്ട. അത് നടക്കില്ല. അത് വൃഥാ പരിശ്രമമാണ്. എന്നെയും എന്ന് പറഞ്ഞാൽ യെശയ്യാവിനെയാണ്. തന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ്. ദൈവ ആത്മാവാണല്ലോ, ദൈവ ആത്മാവാ. ദൈവത്തിന്റെ ആത്മാവില്ലാതെ നമ്മളെ അയക്കുന്നില്ല. പരിശുദ്ധാത്മാവ് വരെ അയച്ചു എന്ന് പല സ്ഥലങ്ങളിൽ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. തന്റെ ശിഷ്യന്മാരെ അയച്ചു. അതുപോലെ തന്നെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പ്രതിവാദം പറയാൻ നിങ്ങൾ വിഷമിക്കുമെന്നും വേണ്ട, എന്റെ ആത്മാവ് അതെല്ലാം കൈകാര്യം ചെയ്തോളൂ, എന്റെ ആത്മാവ് നിങ്ങളോട് വരും. ദൈവദാസൻ പറഞ്ഞില്ലേ, കർത്താവേ നിന്റെ ആത്മാവ് എന്നോട്, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ അയക്കരുത്. അതാണ് യെശയ്യാവ് പറഞ്ഞത്. യെശയ്യാവ് വെറുതെ വ്യാജം പറയുകയല്ല, ദൈവത്തിന്റെ ആത്മാവിലാണ് ഈ കാര്യം പറയുന്നത്. എന്നെയും എന്ന് പറഞ്ഞ യെശയ്യാവിനെ അയച്ചത് ഈ ദൂത് പറയാൻ, ബാബേലിനെ കുറിച്ചുള്ള ഈ ദൂതുകൾ പറയുവാനായിട്ട് എന്നെ അയച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്ന് അതിന്റെ സാരം. അവിടെ കൊണ്ട് തൃത്വത്തെ തളയ്ക്കാൻ നോക്കിയാൽ എന്റെ പൊന്നു സഹോദരങ്ങളെ ഒരിക്കലും നടക്കില്ല. ഹല്ലേലൂയ. 2 ശമൂവേൽ 23:2 വായിക്കുമ്പോൾ യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, അവന്റെ വചനം എന്റെ നാവിന്മേലിരിക്കുന്നു എന്ന് ദാവീദ് പറയുന്നു. 2 ദിനവൃത്താന്തം 24:20 വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സെഖര്യാവിന്റെ മേൽ വന്നു. 1 പത്രോസ് 1:11 വായിക്കുമ്പോൾ അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്, പഴയ നിയമ വിശുദ്ധന്മാരിലും പഴയ നിയമ പ്രവാചകന്മാരിലും ഉണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവായിരുന്നു. യോഹന്നാൻ 16:13 വായിക്കുമ്പോൾ സത്യത്തിന്റെ ആത്മാവ് വന്നാൽ സത്യത്തിൽ വഴി നടത്തുമെന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് എന്റെ പ്രിയ സ്നേഹിതരെ, നമ്മൾ തൃത്വം തെളിയിക്കുവാൻ ദൈവവചനത്തെ കൂട്ടി കളയുവാൻ ശ്രമിക്കണ്ട എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നത് യെശയ്യാ പ്രവചനം 48 പറയുന്ന അത് യെശയ്യാവിനെയും എന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നത്, എന്നെയും തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവം പരിശുദ്ധാത്മാവിനോട് ചേർന്ന്, അല്ലെങ്കിൽ യഹോവയുടെ പരിശുദ്ധാത്മാവാണ് തന്നെ അയച്ചത് എന്ന് യെശയ്യാ ഇവിടെ വെളിപ്പെടുത്തുകയാണ്.
യഹോവയായ ദൈവം പറയുന്നു, അതിന്റെ ഉത്ഭവം മുതൽ ഞാൻ അവിടെ ഉണ്ടെന്ന് പറയുന്നത് ബാബേൽ അടിസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ബാബേലിന്റെ ഉത്ഭവത്തെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരെ മത്സരിക്കുന്ന മത്സരവും ദൈവത്തിനെതിരെ പാപം ചെയ്യുന്ന സകല കാര്യങ്ങളും ദൈവം അറിയുന്നുണ്ട് എന്നുള്ള വസ്തുത അറിയുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഈ നാളുകളിൽ തൃത്വത്തിന്റെ എല്ലാ നൂലാമാലകളും വിട്ട് സത്യത്തിന്റെ ആ പാന്താവിലൂടെ സഞ്ചരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. വചനത്തിൽ തൃത്വം തെളിയിക്കുവാനായിട്ട് തൃത്വ സ്നേഹിതർ കൊണ്ടുവരുന്ന വാക്യങ്ങളെല്ലാം വചനത്തിന് വിരുദ്ധമാണെന്ന് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ തെളിയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിലുള്ള ന്യായമായുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ വ്യക്തമായിട്ട് മറുപടി നൽകുന്നതായിരിക്കും. അതുകൊണ്ട് യെശയ്യാവ് 48:16 പറയുന്ന ആ വചനം, ഉത്ഭവം, ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യക്തികൾ ചേർന്ന് തൃത്വം തെളിയിക്കുവാൻ വേണ്ടിയുള്ള ഒരു ആപ്തവാക്യമല്ല. അത് സാത്താന്റെ വലിയ തന്ത്രം അവൻ പ്രയോഗിക്കുമ്പോൾ വചനം വായിച്ച് ഗ്രഹിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ തൃത്വത്തെ പൂർണ്ണമായിട്ട് പുറന്തള്ളിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ സ്വീകരിച്ച് അവന്റെ നാമത്തിന്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്ക് എന്റെ മാന്യ സ്നേഹിതരായ നിങ്ങളെ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ എന്റെ ഈ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. തുടർന്ന് വീണ്ടും നമുക്ക് വരും ദിവസങ്ങളിൽ ചിന്തിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.